ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീമച്ചക്ക തോരനാണ്. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കടച്ചക്ക എന്നും പറയും, ചില സ്ഥലങ്ങളിൽ ചീമച്ചക്ക എന്നും പറയും. ഇതൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു തോരനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതും നല്ല സ്വാദിഷ്ടമായതും ടേസ്റ്റി ആയതും സ്വാദിഷ്ടമായതും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ്. തോരത്തിന് വേണ്ടി ഞാൻ അര കിലോ വലിപ്പമുള്ള അര കിലോ തന്നെ ഇല്ല, ഇത് കുറവ് വലിപ്പമുള്ള ഒരു ചീമച്ചക്ക എടുത്തിട്ടുണ്ട്. ഇത് ചീമച്ചക്കയെന്ന് കടച്ചക്കയെന്ന് പറയും. ഇനി നമുക്കിന്നത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി പീസാക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് കറുത്ത് പോകുന്നതുകൊണ്ടാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇത് ഈ ഒരു പരുവത്തിലാണ് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് വരാൻ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സവോളയൊക്കെ ഒത്തിരി അങ്ങ് വഴന്ന് കുഴഞ്ഞ് വരത്തക്ക രീതിയിൽ വഴന്ന് വരണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമുളക് പോളം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചക്ക അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. മസാലയൊക്കെ എല്ലായിടവും പിടിക്കത്തക്ക ഇളക്കി മിക്സ് ആക്കണം. ഈ സമയത്തൊക്കെ ഫ്ലെയിം തീരെ കുറച്ചിട്ടാൽ മതിയാവും. പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്നെങ്കിൽ ഓഫാക്കിയിട്ട് വേണം പൊടി ചേർക്കാൻ, അല്ലെങ്കിൽ തീരെ കുറച്ചിട്ടിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ.
ഇതിലേക്കൊരു നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് വെന്ത് വരാനാണ് നന്നായിട്ട്. ഫ്ലെയിം തീരെ കുറച്ചിട്ട് ഇനി ഒന്ന് മൂടി വയ്ക്കുക 5 മിനിറ്റ്. മൂടി വെച്ചിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒരു സ്വല്പം കൂടെ കൂട്ടിയിട്ടിട്ട് വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. സ്വല്പം വെള്ളം ഇതിനകത്തുള്ള പോലെ തോന്നുന്നു. അന്നേരം നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ വെള്ളം ഇച്ചിരി കൂട്ടിയിട്ടിട്ട് ഡ്രൈ ആക്കി. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചീമച്ചക്കത്തോരൻ റെഡിയായിരിക്കുകയാണ്. ഇത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു ചീമച്ചക്ക തോരനാണ്, അല്ലെങ്കിൽ കടച്ചക്ക തോരനാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്.